എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് രാവിലെ തന്നെ എണീച്ച് നോമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചു. എല്ലാവർക്കും അറിയാം റംസാൻ മാസമാണ്, അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചു. അപ്പോൾ ഇന്ന് എനിക്കൊരു വളരെ മോശമായിട്ടൊരു ദിവസമാണ് ഗൈസ്. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 മാസം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു ഇത്ര നാൾ. ഇപ്പോൾ ഈ അടുത്താണ് ഈ കേരളത്തിലേക്ക് ഞാൻ ജോബിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് നമ്പർ പ്ലേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഹോൾഡിങ്ങിലാണ് ഗൈസ്. ഹോൾഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഫൈൻ കെട്ടണം. ഫൈൻ കെട്ടിയിട്ട് വേണം നമ്പർ പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് നേരെ നമ്മുടെ RTO ഓഫീസിലേക്ക് പോവുകയാണ്. ആലുവ RTO ഓഫീസ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് മോളിൽ ചെന്നപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് അവിടെ നിന്നൊരു 800 മീറ്റർ മാറിയിട്ട് ഫോട്ടോസ്റ്റാറ്റേ ഉള്ളൂ. അതിന് നടന്ന് പോയി ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവർ ശരിക്കും നമ്മളെ നല്ല രീതിക്ക് വലിപ്പിച്ചു കേട്ടോ. ഈ ഒരു RTO ഓഫീസ് എന്ന് പറഞ്ഞാൽ, ഈ MBDയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ 3ാമത്തെ നിലയിലാണ്. ലിഫ്റ്റൊന്നുമില്ല, സ്റ്റെപ്പിൽ കയറി പോകണം. അങ്ങനെ നല്ല രീതിക്ക് 800 മീറ്റർ 3 തവണ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ടും വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൺ ടൈം ഇവർ പറയില്ല എന്തൊക്കെ എടുക്കണം എന്നൊന്നും. അങ്ങനെ അതിൻ്റെ ആവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ RTO ഓഫീസിൻ്റെ അടുത്തെത്തി. നമുക്ക് നേരെ മുകളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 9:30 ആയപ്പോൾ ഇവിടെ എത്തി. നേരത്തെ നമ്മൾ വന്നിട്ട് ഇവിടെ ഫൈനൊക്കെ അടിച്ചിട്ട് നേരെ ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചു. ഹാഫ് ഡേ ലീവ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു രസം, ഇവിടെ ഓഫീസ് തുറക്കുന്നത് 10 മണി 10:30 ആവുമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഓഫീസൊക്കെ 10:30 ആകുമ്പോൾ തുറക്കുമെന്നാണ് പറഞ്ഞത് അവരെൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 10:30 വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 10:30 വരെയും വെയിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ വന്നു. ഞാനപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഫൈൻ ഉണ്ട് അത് അടിക്കാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 11:30 ആവാതെ ഇവിടുത്തെ വെബ്സൈറ്റ് ഒന്നും ഓപ്പൺ ആവില്ല എന്ന് പറഞ്ഞു. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എന്താ പറയുക, എക്സാം കാര്യങ്ങൾ നടക്കണം, മറ്റേ ഡ്രൈവിംഗ് എക്സാം അങ്ങനെ എന്തൊക്കെ. അങ്ങനെ നമ്മൾ 11:30 വരെയും വെയിറ്റ് ചെയ്ത് ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ചു. RTOനെയും കണ്ടു, ജോയിൻ്റ് RTOനെയും കണ്ടു. നല്ല രീതിക്ക് ഇന്നത്തെ ദിവസം ഹുദാ ഹുവാ എന്ന് പറഞ്ഞ് നേരെ വണ്ടിയിലൊന്നിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ, അവിടെ ഫാനൊന്നുമില്ല. അങ്ങനെ ചൂട് വണ്ടിയിൽ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ AC കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് കൂളായി നേരെ നമുക്കിനി ഓഫീസിലേക്ക് പോകണം. അപ്പോൾ നേരെ നമ്മൾ ഓഫീസിൽ പോയി. ഇന്ന് അത്ര വർക്ക് ഇന്നില്ല, നമ്മളിന്ന് ഹാഫ് ഡേ ലീവ് കൊടുത്തു. ഹാഫ് ഡേ നമുക്കിനി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് അധികം വർക്ക് ഉണ്ടായില്ല, കുറച്ച് നോളജ് ഗെയിൻ ചെയ്തു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സെറ്റപ്പിൽ നേരെ വണ്ടി എടുത്ത് വന്നപ്പോൾ ഇന്ന് അടുത്ത ഒരു ബ്ലോക്ക് ട്രാഫിക്. ഇവിടെ ഏകദേശം ഒരു 15-20 മിനിറ്റ് ഞാനിവിടെ ഇങ്ങനെ കിടന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. വണ്ടി അണിങ്ങിയാണ് ആ ട്രാഫിക് കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രാഫിക്കൊക്കെ താണ്ടി അടുത്ത ഒരു വേറെ ട്രാഫിക്കിലേക്ക്, നമ്മുടെ ഇവിടെ ഒരു ഗേറ്റ്, അത് റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ഞാൻ ചെന്ന സമയത്ത് അടിച്ചെന്ന് വെച്ചാൽ അതൊരു 15 മിനിറ്റ്. അപ്പോൾ ഏകദേശം 6:15 ആയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് 6:35-നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ആ ഒരു നമ്പർ കിട്ടത്തില്ല എന്ന് വിചാരിച്ചു. ഏകദേശം ഇനി എത്ര സമയത്ത് എത്തണമെന്ന് അറിയില്ലല്ലോ. അതിന് നമ്മളൊരു കറക്റ്റ് സമയമായിപ്പോൾ ഉള്ള വേണ്ടി വെച്ച് കറക്റ്റ് സമയമായപ്പോൾ ഒരു 6:30 ആയപ്പോൾ നമ്മുടെ പള്ളിയിലെത്തി വണ്ടിയൊക്കെ ഒന്ന് അവിടെ ഒതുക്കിയിട്ട് ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് അവിടെ ഇരുന്നിട്ടോ. നമുക്ക് നേരെ നമ്മുടെ പള്ളിയിലേക്ക് പോകണം. അവിടെ ചെന്ന് 2-3 പിള്ളേരുടെ അടുത്തൊക്കെ 2-3 വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ നോമ്പും മുറിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭം നേരുന്നു.